മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണ കമ്മീഷണറായ KS ബൈജു ആണ് അറസ്റ്റിലായത്. ശബരിമല സ്വർണ്ണ കവർച്ചയിലാണ് വീണ്ടും അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു. അറസ്റ്റിലായത് മുൻ തിരുവാഭരണം കമ്മീഷണറായ KS ബൈജു ആണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 7ാം പ്രതിയാണ് KS ബൈജു. സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ഒരു അറസ്റ്റ് വന്നിരിക്കുന്നു. സ്വർണ്ണക്കവർച്ചയിൽ വീണ്ടും അറസ്റ്റ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുൻ തിരുവാഭരണ കമ്മീഷണറാണ്. കൂടുതൽ വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, സ്വർണ്ണക്കവർച്ചയിൽ വീണ്ടും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 2019 തിരുവാഭരണ കമ്മീഷണറായിരുന്നു KS ബൈജു. KS ബൈജുവിന്റെ സമയത്താണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു റിപ്പോർട്ട് നൽകിയത്. ആ സമയത്ത് ആ റിപ്പോർട്ടിൽ പങ്കാളിയാണ്, അതായത് N വാസു ഉൾപ്പെടെയുള്ള മുരാരി ബാബു, അതുപോലെ തന്നെ സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KS ബൈജുവിനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. KS ബൈജുവിനൊപ്പം തന്നെ നാളെ ഉണ്ണികൃഷ്ണ പോറ്റിയും കൂടി ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. കാരണം ആറന്മുള തിരുവാഭരണം കമ്മീഷണറാണ് ഈ സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണങ്ങളുടെ മൊത്തം ചുമതലക്കാരൻ. അത്തരത്തിൽ ഒരു ചുമതലക്കാരനായിരുന്നു KS ബൈജു. KS ബൈജുവിന്റെ സമയത്താണ് ഈ കണക്കുകളിൽ പൊരുത്തക്കേട് ഉണ്ടാവുകയും അത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികളും ഒപ്പം തന്നെ ഈ വാതിൽ പാളികളും ഒക്കെ കൊടുത്തുവിടുന്ന സമയത്ത് KS ബൈജു തിരുവാഭരണ കമ്മീഷണറായിരുന്നു. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്ത് ഒപ്പം നിന്നു എന്നുള്ളതാണ്, ഗൂഢാലോചനയ്ക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ടാണ് KS ബൈജുവിനെ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൂട്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം ചോദ്യം ചെയ്ത ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വലിയ തരത്തിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക യോഗം ചേർന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേശന്റെ നേതൃത്വത്തിലായിരുന്നു ആ യോഗം ചേർന്ന. ആ യോഗത്തിന് തൊട്ടു പിന്നാലെ ആണ് ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം, ഇതിൽ ആരോപണ വിധേയരായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാനൊരു നീക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ KS ബൈജുവിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് 4ാമത്തെ അറസ്റ്റാണ്. കാരണം മൂന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങനെ 4 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ളത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ റാന്നി കോടതിയിലേക്ക് ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് കസ്റ്റഡിയിലേക്ക് വാങ്ങാനാണ് ഇപ്പോഴത്തെ പ്രത്യേക സംഘം ആലോചിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു നീക്കം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതാണ്. കാരണം ഇന്ന് ഹൈക്കോടതി പ്രത്യേക ഇന്നലെ നൽകിയ നിർദ്ദേശത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വ്യക്തമായ കണക്ക് 1999 ഈ വാതിൽ പാളികളിൽ സ്വർണം പൂശിയതും ഒപ്പം ദ്വാരപാലക മുകളിലെ കവചത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഉള്ള കണക്കുകൾ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ മുഴുവൻ ആളുകളെയും ഉടൻ കസ്റ്റഡിയിൽ എത്തി ചോദ്യം ചെയ്യണമെന്നൊരു നിർദ്ദേശം കോടതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KS ബൈജുവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞത്. KS ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം KS ബൈജു ഇതിന് സമയത്താണ് 2019 ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണ്ണം പൂശാൻ അനുമതി നൽകിയിരുന്നത്. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുൻ തിരുവാഭരണം കമ്മീഷണറായ KS ബൈജുവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയ് ആണ്. SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ 3ാം ദിവസമായി ഇന്നും വോട്ടർമാരുൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നും മികച്ച സഹകരണമാണ് ലഭിച്ചതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. സംശയ നിവാരണത്തിനായി 100 കണക്കിന് പേർ വിളിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ഏകദേശം 19,37,400